السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ശ്രേഷ്ഠരായ ഗുരുനാഥന്മാരെ, സ്നേഹനിധികളായ സഹപാഠികളെ, ഇൻഫോറിയം പ്രോഗ്രാമിൻ്റെ പ്രൗഢമായ ഈ വേദിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലം എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം നടത്താൻ അവസരം ലഭിച്ചതിൽ ഞാൻ ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവൻ സംഭവ ബഹുലമാണെങ്കിലും അവിടുത്തെ കുട്ടിക്കാലം വിസ്മയകരവും അത്ഭുതകരവുമായിരുന്നു. തികച്ചും അനാഥനായി ഭൂമിയിലേക്ക് ജനിച്ചു വീണ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്ത് ലോകമൊന്നടങ്കം പല അത്ഭുതങ്ങൾക്കും സാക്ഷിയായിരുന്നു. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോന്റെ പിന്നീടുള്ള വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ആരെയും ആകർഷിക്കുന്നതായിരുന്നു. അധർമ്മത്തിന്റെയും തിന്മയുടെയും കൂരിരുൾ വ്യാപിച്ച അറേബ്യൻ ജനതയ്ക്കിടയിൽ നന്മയുടെ പ്രകാശഗോപുരമായിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അസത്യവും കളവും വഞ്ചനയും അന്യമായിരുന്ന മുഹമ്മദ് എന്ന പൊന്നുമോൻ അൽ അമീൻ എന്ന പേരിൽ കളിക്കൂട്ടുകാർക്കിടയിലെ സ്റ്റാർ ആയിരുന്നു. കുട്ടിക്കാലത്ത് മനുഷ്യർക്ക് മാത്രമല്ല ഇതര ജീവജാലങ്ങൾക്കും തിരുനബിയോട് വലിയ ആദരവായിരുന്നു. മലഞ്ചെരുവിലൂടെ നടന്നു പോകുമ്പോൾ കാട്ടുജീവികളും വൃക്ഷങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹത്തോടെ അഭിവാദനം ചെയ്തിരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ. കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു ലോകഗുരു തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അസാമാന്യ ബുദ്ധികൂർമ്മതയുള്ള ആ കുട്ടിയെ ജനങ്ങൾ അവരുടെ പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥനായി നിയോഗിക്കാറുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലത്ത് ഖുറൈശികൾ കഅബ പുനർനിർമ്മിച്ചപ്പോൾ ഹജറുൽ അസ്വദ് അതിന്റെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നത് വലിയ തർക്കവും ബഹളവും ഉണ്ടായി. ഓരോ ഗോത്രങ്ങൾക്കിടെയും യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെട്ടു. ആ സമയത്താണ് സർവസമ്മതത്തോടെ അൽ അമീൻ എന്ന റോൾ മോഡൽ സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് മധ്യസ്ഥനായി വരുന്നത്. എത്ര പക്വമായിട്ടായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രശ്നം കൈകാര്യം ചെയ്തിരുന്നത്. തന്റെ മേൽത്തട്ടം ഭൂമിയിൽ വിരിച്ച് ഹജറുൽ അസ്വദ് അതിൽ എടുത്തു വെച്ച് ഓരോ ഗോത്ര തലവന്മാരോടും അതിന്റെ അറ്റം പിടിച്ച് ഉയർത്താൻ പറഞ്ഞു. കഅബയുടെ മൂലയിലെത്തിയപ്പോൾ അവിടുത്തെ ശർഫാക്കപ്പെട്ട കൈകൾ കൊണ്ട് ഹജറുൽ അസ്വദ് അതിന്റെ യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. ആർക്കും പരാതിയില്ല, പരിഭവമില്ല. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ നുബുവത്തിന്റെ ശേഷവും നുബുവത്തിന്റെ മുൻപും എന്റെ പുന്നാര നബിയുടെ ജീവിതം വിസ്മയങ്ങൾ നിറഞ്ഞതായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ തിരുചര്യകൾ പിൻപറ്റി അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒത്തുചേരാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന ദുആയോടെ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.